ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസമാണ് ബസ്സിൽ ലൈംഗികാതിക്രമം ചെയ്തു എന്ന പേരിൽ ഒരു മനുഷ്യനെ ഇല്ലാതാക്കിയ ജിംഷിദ മുസ്തഫയെ പോലീസ് പൊക്കിയത്. ഇതിനെപ്പറ്റി പൊതുജനാഭിപ്രായം ഇങ്ങനെ: ഇതിനകത്ത് തുടക്കം മുതലേ പോലീസ് സഹായിക്കുന്ന നിലപാടാണ് കാണാൻ കഴിയുന്നത്. CI ഫോൺ എടുക്കുന്നില്ല, SI ഫോൺ എടുക്കുന്നില്ല, ആരും ഫോൺ എടുക്കുന്നില്ല. ഒരു പ്രൈവറ്റ് വാഹനത്തിലാണ് ഇവരെ കൊണ്ടുവരുന്നത്, അതീവ രഹസ്യമായിട്ട്. എന്തിനാണ് ഇത്ര രഹസ്യം? ഇത് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പോലീസിന്റെ സഹായമാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതിശക്തമായ നിലപാടിൽ ഞങ്ങൾ മുന്നോട്ട് പോവും. ജാമ്യം കിട്ടുമെന്നുള്ള ന്യൂസുകൾ കിട്ടുന്നുണ്ട്. സാധാരണ സ്റ്റേഷനിൽ ഹാജരാക്കി മെഡിക്കലിന് ഹാജരാക്കിയതിനു ശേഷമാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. കൊയിലാണ്ടിയിൽ നിന്ന് മെഡിക്കൽ എടുത്തു, വളരെ രഹസ്യമായിട്ട്. ഇത് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പോലീസിന്റെ ഗൂഢാലോചനയാണെന്നുള്ളതിൽ സംശയിച്ചിരിക്കുന്നു. കാരണം പത്രമാധ്യമങ്ങൾ അറിയുന്നില്ല. സ്വകാര്യ വാഹനത്തിലാണ് കൊണ്ടുവരുന്നത്. ഇതിനകത്ത് ദുരൂഹതയുണ്ട്. ആണായാലും പെണ്ണായാലും തെറ്റ് ചെയ്താൽ അത് തെറ്റ് തന്നെയാണ്. പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നിയമപരിധികളും മറ്റും കൊടുക്കരുത്. നമ്മൾ കണ്ട വീഡിയോ വെച്ചിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ടും ഒക്കെ നോക്കുമ്പോൾ അവൾ തന്നെയാണ് തെറ്റുകാരി. അവൾ അപ്പോൾ അവിടെ പ്രതികരിക്കുകയാണെങ്കിൽ ഇന്ന് ആ മനുഷ്യൻ ജീവിച്ചിരുന്നേനെ. നേരെ സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ തീരുമാനമുണ്ടായേനെ. ഇതവൾ റീച്ചിന് വേണ്ടി തന്നെയാണ് ചെയ്തത്. ഒരു മനുഷ്യനെ അത്രയ്ക്കും തളർത്തിയ അവസ്ഥയിലാക്കി. ഇപ്പോൾ ഇതിനൊരു ശിക്ഷ കിട്ടുന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എന്നെപ്പോലെയുള്ളവരും ഹാപ്പിയാവും. എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടപ്പെടണം എന്നില്ല, അങ്ങനത്തെവരുമുണ്ടല്ലോ. ദീപക്കിന് നീതി കിട്ടണം, ദീപക്കിന്റെ കുടുംബത്തിന് നീതി കിട്ടണം. ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന ആത്മഹത്യാ പ്രേരണയും IT ആക്ടും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യണം. അത് വേറെ ഒന്നും കൊണ്ടല്ല, അതാണ് നിയമം എന്നുള്ളത് കൊണ്ടാണ്. ഏറ്റവും പ്രധാനം, നാളെ വേറെ ഒരാളുടെ കണ്ടന്റിനു വേണ്ടി നമ്മുടെ ജീവിതമോ അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ജീവിതമോ ഇല്ലാതാവരുത്.